തിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ നിന്ന് ദൈവവചനം പ്രഘോഷിക്കുവാൻ എനിക്ക് അനുവാദം തന്നു. അതിനായിട്ട് അച്ഛനോടുള്ള സ്നേഹം, നന്ദി കർത്താവിൽ അറിയിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്തു. ഇന്ന് 5 വായനാഭാഗങ്ങളിലൂടെ വായിച്ചു. അതുകൊണ്ട് അതിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ളതിന് സംശയമില്ല. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, ഒന്നാമത് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2:5 പറയുന്നു, We are and you are, all of us are living stones. Then I was just thinking, how is this life inculcated into these stones? That's very important. അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ ലേഖനം, പൗലോസ്ലീഹ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, Therefore you can come to the throne of grace with confidence. That's what we have done today. We have come to the throne of grace with confidence. ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഇന്ന് വായിച്ച ഏവങ്കേലിയോൻ ഭാഗം ഹൃദയസ്ഥമാകണം. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമ്മെ വായിച്ച് കേൾപ്പിച്ചു. You must have to have life only if you to have the bread of life. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. അപ്പൊ അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാവുന്ന വേറൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, അത് ഓർക്കാൻ നല്ല എളുപ്പമാണ്. You should have life. I came. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് ഒരു വാക്യത്തിൽ തന്നിരിക്കുന്നത് അവിടെയാണ്. I came that you may have life and life in abundance. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറയുന്ന 2-3 കാര്യങ്ങൾ പുസ്തകത്തിലുണ്ട്. ഒന്ന്, I came that you may have life in abundance, as I have told you. വേറൊന്ന്, Jesus came and therefore from his fullness we have not only grace but grace over grace. That's what I said. It is expressed in its superlative degree. കൃപയെ പറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ കൃപമേ കൃപ എന്ന് പറയുന്ന ഒരു ഭാഗം, അത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. 10-ാമത്തെ അധ്യായം പറയുന്നു, ഇറ്റ്സ് നോട്ട് ലൈഫ് ബട്ട് ലൈഫ് ഓവർ ലൈഫ്, ലൈഫ് ഇൻ അബൻഡൻസ്. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ലൈഫ് ഇൻ അബൻഡൻസ്. You might have life. That life may not exist for a long time. But this life which is in abundance is the life which God has given us as the life everlasting. Whosoever believeth in him shall not perish but have life everlasting. That's what the Bible tells. Whosoever believeth in him shall not perish but will have life in everlasting. പിന്നെ മൂന്നാമത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറയുന്നത്, ഈ മൺപാത്രങ്ങളിൽ അത്യന്ത ശക്തി പകർന്നിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളും, കൃപയും ജീവനും അത്യന്ത ശക്തിയും, ഈ 3 കാര്യങ്ങളും നമ്മെ ഓർപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇന്ന് വായിച്ചു കേൾപ്പിച്ചു. That is why we are able to come to the throne of grace with confidence. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ മരിച്ചില്ലാതാകാൻ പോകേണ്ടവരല്ല, എന്നേക്കും കർത്താവിനോട് കൂടെ ജീവിക്കേണ്ടവരാണ്. മോശയുടെ പുസ്തകം വായിച്ച് നമ്മെ കേൾപ്പിച്ചപ്പോൾ അവിടെ, മോശയുടെ 2-ാം പുസ്തകമാണ് വായിച്ചത്, എക്സോഡസ്. അവിടെ നമ്മെ ഓർപ്പിച്ചു, കർത്താവ് മോശയ്ക്ക് വെളിപ്പെട്ട് ഒന്നാമത് കർത്താവിനെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗം. ജഹോവ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ചിന്തിക്കുക. The meaning of the word Jehovah, it has a great meaning. I read a book and from that book only I could understand the great meaning of this word Jehovah. Jehovah means self-existing God. സ്വയസ്ഥിതൻ, നമ്മുടെ ഭാവാത്മീയയുടെ കൽപ്പനയിലൊക്കെ കാണാവുന്ന കാര്യമാണ്. സ്വയസ്ഥിതനും സ്വയം വെളിപ്പെടുത്തുന്നവനുമായ ദൈവം. സ്വയസ്ഥിതനും സ്വയം വെളിപ്പെടുത്തുന്നവനുമായ ദൈവം. That is why God revealed himself to Moses when he asked,
He said, I am that I am. പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഓരോ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് പറയും I am Jehovah Rapha, I am Jehovah Jireh, I am Jehovah Nissi, I am Jehovah Shalom. അങ്ങനെ പറഞ്ഞ് ഇതൊന്നും കർത്താവ് നേരിട്ട് നമുക്ക് തരുന്ന അത് തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് എബ്രായലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പണ്ട് ഭാഗമായും വിവിധങ്ങളായും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് നമ്മളൊക്കെ ആ ഭാഗ്യവാന്മാരാണ്, കൃപാവര കാലത്ത് ജീവിച്ചിരിക്കുവാൻ. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അപ്പൊ യേശു കർത്താവ് നേരിട്ട് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറഞ്ഞ കാര്യമായിരുന്നു ഏവൻഗേലിയോനിലൂടെ വായിച്ചു കേട്ടത്. I am the bread of life which came down from heaven. അതുകൊണ്ട് it is a mysterious, majestic situation where we are in the church. It's a mysterious and majestic situation. Why? Because we are celebrating the Holy Eucharist, where His body is broken. Why it is broken? Sometimes I think, unless it is broken, He cannot join us along with Him. In chemistry, there is a saying that things happen because of breaking and making and breaking. അപ്പൊ അതുമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ അപ്പം അത് ഡിവൈഡ് ചെയ്യുന്ന ശുശ്രൂഷയിൽ ഒരു കൊച്ചു മണി അടിക്കുമ്പോൾ ഓർത്തോണം, His body was broken on the cross for us to be joined with Him, so that we may become one with Him, to become a royal priesthood. അങ്ങനെ നമ്മെ അവനോട് ചേർക്കുവാൻ വേണ്ടി അവനെ ഓടിച്ചു, അവനെ ബാധിച്ചു, അവനെ നുറുക്കി. അവന്റെ ആ ശരീരം ഭക്ഷിക്കുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞത്, you should have and you must have and you will have life in abundance. ഈ ഒരു ജീവൻ നമ്മിലുണ്ടെങ്കിൽ യാതൊരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, മരണത്തിനോ മറ്റെന്തെങ്കിലുമോ നമ്മെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ അന്തരാർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമായി വായിച്ചിട്ടുണ്ട്. I am the bread that came down from heaven. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു. കുർബാനയെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ച് നമ്മുടെ പരമലപ്പള്ളി പോയി പ്രസംഗിക്കാനുള്ള അവസരം കിട്ടുന്നു. പഠിച്ച് മനസ്സിലാക്കുമ്പം ജീവത്തരുവിൻ ഫലമാണിത്. അതുകൊണ്ട് we had to come down. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ the word became flesh and dwelt among us. That is the reason for the incarnation. That was the reason why He was born on the face of this earth, to give us the fruit of the tree of life. അത് നമ്മളെ പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചത്. ഈ കർത്താവിന്റെ തിരുശരീരം ആദമിന് ഭക്ഷിക്കുവാൻ സാധിക്കാതിരുന്ന, വീണുപോയ ആദമിനെ ഭക്ഷിക്കാൻ സാധിക്കാതിരുന്ന, ശാപഗ്രസ്തനായ ആദാമിനെ ഭക്ഷിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അന്ന് തന്നെ നിത്യജീവന്റെ അനുഭവം കിട്ടിയേനെ. പക്ഷേ സാധിച്ചില്ല. അത് നമുക്ക് നൽകുവാൻ വേണ്ടി നമ്മെ വീണ്ടും ഈ ശാപഗ്രസ്തമായ അനുഭവത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ജീവന്റെ സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന്. ഈ തിയറിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. There could be scientific advancements, there could be technological excellence, but this theory cannot be changed because this is a spiritual fact. എനിക്ക് സമയം വളരെ കുറവേ ഉള്ളൂ. ഞാൻ നേരം നിർത്താം. There are two types of knowledge. One is known as the academic, the acquired knowledge. There is another type of knowledge which will go into the spiritual realm only. That is known as the revelation knowledge. Revelation knowledge is the one which we get from here. We can't get any scientific knowledge from here. We don't need. So all revelation knowledge. ഇന്ന് വായിച്ച 5 ഭാഗങ്ങളിൽ നിന്ന് നമുക്കുണ്ട് ലോട്ട് ഓഫ് റെവലേഷൻ നോളജ്. അത് നമ്മുടെ പിതാക്കന്മാർ നമ്മെ അത് തന്നെയാണ് പഠിപ്പിച്ചത്. ഏതെങ്കിലും ആദാം ലഭിച്ചു നോക്കാത്ത ജീവത്തരുവിൻ ഫലവും ഇതാണ്. ഇത് വലിയ ഭാഗ്യമാസഹായത്തോടെ. It is so mysterious or so majestic. Even though it is majestic, but it is mysterious also. That
That mysterious realm, when we come to know about it, we have the revelation knowledge. അതിനെപ്പറ്റി ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. പക്ഷേ ഓരോ പ്രാവശ്യവും നമ്മൾ കുർബാന അനുഭവിക്കുമ്പോൾ ഇത് വലിയ ഭാഗ്യമാണ്. The celebration of the Holy Eucharist, and then to have the experience of having it. Oh, taste and see that the Lord is good. Oh, taste and see. ഈ ഒരു വലിയ അനുഭവം നമുക്ക് ഒത്തിരി സന്തോഷം ആത്മാവിൽ തരാം, ഒത്തിരി ആനന്ദം തരാം. ഞാൻ പറഞ്ഞില്ലേ ഭൂമിക്കുക, ഞാൻ ജനിച്ചു വളർന്നത് കരുപ്പാറ, പക്ഷെ ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്താണ്, പക്ഷെ ഞാൻ ജോലി ചെയ്തത് ആഫ്രിക്കയിലാണ്, പക്ഷെ ഇപ്പോൾ എനിക്ക് ഇവിടെ ആയിരിക്കാൻ പറ്റി. ഇങ്ങനെ നമ്മെ കൊണ്ട് നടക്കുന്ന ഒരു ദൈവം, ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗ്രേസ്. ഞാൻ നിർത്തുക. ഒരു പ്രാവശ്യം കൂടെ ബഹുമാനിച്ച അച്ഛന് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സ്നേഹം വന്ദനം നൽകിക്കൊണ്ട്